ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സെറ്റാഫിൽ മോയ്സ്ചറൈസിങ് ക്രീമിനെ കുറിച്ചാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്കും നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഈ ക്രീം എങ്ങനെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ ക്രീമിൻ്റെ പാക്കേജിങ് കണ്ടില്ലേ, ഒന്നെങ്കിൽ ട്യൂബ് പോലെയാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡപ്പിയിലാവും. പല സൈസിലും നമുക്കിത് ലഭ്യമാണ്. സെറ്റാഫിൽ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ടാണ്. ഈ ക്രീം പ്രത്യേകിച്ചും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, കൂടാതെ തന്നെ നോൺ കോമഡോജനിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് ഹൈഡ്രേഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, എക്സീമ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഡെയിലി നമ്മൾ രാവിലെ രാത്രിയോ കുളിച്ച ശേഷം അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കിയ ശേഷം നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ട് ഹൈഡ്രേഷൻ ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനേക്കാൾ കട്ടിയുള്ള ഒരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചെടുത്താൽ പോലും നമ്മുടെ സ്കിന്ന് നല്ലപോലെ വലിച്ചെടുക്കും. ഈ ഒരു ക്രീം ഓയിലി സ്കിന്ന് ഉള്ളവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കിത് കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞത്, ഈ ഒരു ഐറ്റം നമ്മുടെ സ്കിന്നിന് എക്സ്ട്രീമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് വളരെ സേഫാണ്. പിന്നെ നമുക്ക് മുഖത്തും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് കൂടിയാണ്. ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്നുള്ളത്, ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് അത്രയ്ക്ക് യൂസബിൾ അല്ല. പിന്നെ ഈ ഒരു ക്രീമിന് കട്ടിയുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾ നല്ല സ്കിൻ കെയർ റൂട്ടീൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.